ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിളും അതുപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ഡയമെൻഷനലി ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പഠിച്ചത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ മെത്തേഡ് എന്നുള്ളത് ക്ലിയർ ആവും. അപ്പോൾ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ദ പെൻഡുലം L, മാസ് ഓഫ് ദ ബോബ് M, ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. Time period capital T of a simple pendulum depends on length of the pendulum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനായിട്ട് നമ്മളവിടെ പ്രൊപ്പോർഷണൽ ടു എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചു. ലെങ്ത്ത് L ആണ്. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യണതെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ L⁻x എന്ന് കൊടുത്തു. ഈ x എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, 1/2 ആവാം, 3 ആവാം, എത്ര വേണമെങ്കിൽ ആവാം. അതാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മൾ ഈ അനാലിസിസിൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഡിപ്പെൻഡൻസ് മാസിനോടാണ്, പ്രൊപ്പോർഷണൽ ടു മാസ്സാണ്. അപ്പോൾ അതിൻ്റെയും നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, y എന്നുള്ളൊരു പവർ കൊടുക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. അതിൻ്റെ ഡിപ്പെൻഡൻസ് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ z കൊടുക്കുകയാണ്, പവർ z. ഓക്കെ, ഇപ്പോൾ ഇത് അപ്പോൾ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസായിട്ട് റിലേറ്റഡ് ആണ് ടൈം പീരീഡ്. ഇനി അതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ നേച്ചറാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനൊരു ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വരും. ശരിയല്ലേ? നോക്കൂ, അത് k കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ kയുടെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻലെസ് ആയിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എഴുതുകയാണെങ്കിൽ L⁻x, M⁻y ആൻഡ് G⁻z. അപ്പോൾ ഈ ഒരു അനാലിസിസിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഡയമെൻഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ k എന്ന് പറയുന്നത് നമ്മളിവിടെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് കൊടുക്കാം. അപ്പോൾ ടിയുടെ ഡയമെൻഷൻ പീരീഡാണ്, ക്യാപിറ്റൽ T തന്നെ, ഈക്വൽ ടു k ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ലെങ്ത്ത് ക്യാപിറ്റൽ L റേസ്ഡ് ബൈ ദി പവർ x, മാസ് ക്യാപിറ്റൽ M റേസ്ഡ് ബൈ ദി പവർ y, ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ നമുക്കറിയാലോ, ആക്സിലറേഷൻ്റെ അതേ ഡയമെൻഷൻസ് തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും. ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം ആണ്. അപ്പോൾ നമുക്കതറിയാം, L⁻⁻² ആണ്, റേസ്ഡ് ബൈ ദ പവർ z. ഇനി നമുക്ക് ഈ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ L⁻x ഉണ്ട്. ഓക്കെ, L⁻x. ഇനി അടുത്തത് നമുക്ക് M⁻y. ഇനി ഇവിടെ നമ്മളിത് ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ L⁻z ഇവിടെ വന്നു. പിന്നെ T എന്തായിരിക്കും? T⁻²z. ഓക്കെ, ഇനി നമുക്ക് എല്ലാം ഒന്ന് ചേർത്ത് എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാസ് എഴുതാം, M⁻y. പിന്നെ Lനാണെങ്കിൽ L⁻x ഇവിടെ ഉണ്ട്, L⁻z ഉണ്ട്. രണ്ടും കൂട്ടി എഴുതുമ്പോൾ നമുക്ക് L⁻x+z എന്ന് വരും. ഇനി ഇവിടെ T⁻²z ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് T മാത്രമേ പ്രസൻ്റ് ഉള്ളൂ. അപ്പോൾ എമ്മിൻ്റെയും അതുപോലെ തന്നെ Lൻ്റെയും പവേഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. M⁻0, L⁻0, T ആണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻസ്. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് മാസിൻ്റെ പവേഴ്സ് കമ്പയർ ചെയ്യാം. ഇവിടെ y ആണ്, y ഈക്വൽ ടു എന്ത് വരും? 0 കിട്ടി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് y-യുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി Lൻ്റെ പവേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ x+z ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x ഈക്വൽ ടു -z ആണ്. എക്സിന് എന്ത് വാല്യൂ കിട്ടുന്നു അതിൻ്റെ മൈനസ് ആയിരിക്കും സെറ്റിന്, അല്ലെങ്കിൽ സെറ്റിന് എന്ത് വാല്യൂ കിട്ടുന്നു അതിൻ്റെ മൈനസാണ് എക്സിന്. ഓക്കെ, ഇനി ടിയുടെ പവർ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ -2z ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടുകയാണ്? 1.
ഇവിടെ ടി ആണുള്ളത്. അപ്പോൾ ടിയുടെ പവർ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1/2. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു എന്ത് വരും? -z ആണ്. അപ്പോൾ മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ 1/2. അപ്പോൾ നമുക്ക് എല്ലാ എക്സും വൈയും സെഡും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നോക്കിക്കോളൂ, എക്സിൻ്റെ വാല്യൂ 1/2, വൈ 0, സെഡ് -1/2. നോക്കൂ, ടി ഈക്വൽ ടു കെ നമ്മളതുപോലെ തന്നെ എഴുതുന്നു. എൽ റേസ് ടു എക്സ് എന്ത് കിട്ടി? 1/2. എം റേസ് ടു വൈ 0, ജി റേസ് ടു -1/2. ഓക്കെ. അപ്പോൾ നമുക്കെല്ലാമായി. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ നമ്മളതിനെ കുറച്ചും കൂടി ഭംഗിയിൽ എഴുതാൻ പോവാണ്. അപ്പോൾ കെ നമ്മളവിടെ എഴുതി. ഇനി എം റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എൽ റേസ് ടു 1/2 ഞാനിവിടെ എഴുതി. ഡിവൈഡഡ് ബൈ ഈ ജി റേസ് ടു -1/2 ആണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്കിവിടെ ജി റേസ് ടു 1/2 എന്നായി. അതായത് ഈ -1/2 താഴേക്ക് വന്നപ്പോൾ +1/2 ആയി. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൽ അറിയാലോ, എനി ക്വാണ്ടിറ്റി റേസ്ഡ് ബൈ ദി പവർ 1/2 ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി അല്ലേ? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ജി റേസ് ടു 1/2 ഉണ്ട്, അതുപോലെ തന്നെ എൽ റേസ് ടു 1/2 ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? കെ റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജി. 1/2 പകരം നമ്മൾ എന്ത് ചെയ്യാണ്? സ്ക്വയർ റൂട്ട് എന്നുള്ള സിമ്പിൾ ഇട്ടു, വിച്ച് ഈസ് ഈക്വൽ ടു ടി. ഇത്രയാണ്. അപ്പോൾ ഡയമെൻഷനലി നമുക്ക് ഇങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുക. കെയുടെ വാല്യൂ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു മെത്തേഡിൻ്റെ രണ്ടാമത്തൊരു ഡ്രോബാക്കാണ്. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ എന്താണ്, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള മെത്തേഡിന് പറ്റില്ല. അത് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ എന്താണ് എക്സ്പെരിമെൻ്റലി ചെയ്ത് കഴിയുമ്പോഴാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? എക്സ്പെരിമെൻ്റലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ വാല്യൂ ഓഫ് കെ ഇസ് ഫൗണ്ട് ടു ബി ഈക്വൽ ടു 2π. കെ ഈക്വൽ ടു 2π ആണെന്ന് വേറെ മെത്തേഡുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് നമ്മുടെ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോഡി ആൻഡ് വെലോസിറ്റി ഓഫ് ദ ബോഡി. കൈനറ്റിക് എനർജി കെ ഇ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോഡി എം. റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എം റേസ്ഡ് ബൈ ദി പവർ എക്സ് എന്ന് കൊടുത്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ. രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെലോസിറ്റിയാണ്. രണ്ട് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് റിലേഷൻ തന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് 3 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെലോസിറ്റി റേസ്ഡ് ബൈ ദി പവർ വൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യും? ഈ പ്രൊപ്പോർഷണാലിറ്റി എന്താണ് സിമ്പിൾ അങ്ങോട്ട് മാറ്റി ഇക്വാലിറ്റി കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഡയമെൻഷൻലെസ് ആയിട്ടുള്ളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മെത്തേഡ് അനുസരിച്ച് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി എം റേസ് ടു എക്സ് ആൻഡ് വി റേസ് ടു വൈ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കാം. കൈനറ്റിക് എനർജി നമുക്ക് ഫോർമുല അറിയാം. എനർജിയുടെ ആണ് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈക്വൽ ടു കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, 1 ആണത്. എം ക്യാപിറ്റൽ എം റേസ് ടു എക്സ്. ഇനി വെലോസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാലോ, എൽ ടി റേസ് ടു -1 ആണ്, റേസ്ഡ് ബൈ ദി പവർ വൈ ഈക്വൽ ടു. ഇനി നമ്മളൊന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ആൻഡ് ടി റേസ് ടു -y. ഓക്കെ, അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് എം ഉണ്ട്,
എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇനി കമ്പയർ ചെയ്താൽ മതി. ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു മാസിൻ്റെ പവറാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എം ആണ് ഇവിടെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1. ഇനി 1 കിട്ടി. ഇനി വൈയുടെ പവർ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ എല്ലിൻ്റെ പവേഴ്സായിട്ട് കമ്പയർ ചെയ്യും, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എല്ലിൻ്റെ പവർ കമ്പയർ ചെയ്താലും അതുപോലെ ടിയുടെ പവർ കമ്പയർ ചെയ്താലും നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ പവർ ഒന്ന് കമ്പയർ ചെയ്താൽ വൈ അല്ലേ, വൈ ഈക്വൽ ടു ഇപ്പുറത്ത് നോക്കിയേ എല്ലിന് 2 ആണ്. ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെയാണ്. -y ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ ഏതായാലും ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ എക്സിനും വാല്യൂ നമുക്ക് കിട്ടി, വൈയുടെ വാല്യൂവും കിട്ടി. x 1, y 2. അപ്പോൾ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ, കൈനറ്റിക് എനർജി ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് k ഇൻറ്റു എം റേസ് ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എം എന്ന് എഴുതിയാൽ മതി അല്ലേ. 1 എഴുതിയാലും എം എന്ന് എഴുതിയാലും ഒരുപോലെയാണ്. ഇനി വി റേസ് ടു 2 വി സ്ക്വയർ. ഇതാണ് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ്. ഇനി എക്സ്പെരിമെൻ്റലി നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഫൈനലി നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, കെ ഇ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/2 ഇൻറ്റു എം വി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഡ്രോബാക്ക് ഇതാണ്. ഒന്നാമത് ഫസ്റ്റ് ഡ്രോബാക്ക് നമ്മൾ പറഞ്ഞു എന്താണ്, ഡയമെൻഷൻ ലെസ് ആയിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഡയമെൻഷനലി നമ്മൾ കണ്ടുപിടിച്ചത് കെ ഇ ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ എന്നാണ്. കെയുടെ വാല്യൂ പിന്നീട് കണ്ടുപിടിച്ചതനുസരിച്ച് നമ്മളിവിടെ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അടിയിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ. F depends on എന്താണ്, മാസ് ഓഫ് ദ ബോഡി. എം നമുക്ക് റിലേഷൻഷിപ്പ് അറിയില്ല, ഡെഫിനറ്റ്ലി എം റേസ് ടു എക്സ് അല്ലേ. ഇനി വെലോസിറ്റി ഓഫ് ദ ബോഡി വി എന്ത് കൊടുക്കണം? പവർ വൈ. ഇനി ദെൻ റേഡിയസ് സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സിമിലർ സ്റ്റെപ്സ് ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് k ഇൻറ്റു എം റേസ് ടു എക്സ് വി റേസ് ടു വൈ ആൻഡ് ആർ റേസ് ടു സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാലോ, എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു കെ, ഡെഫിനറ്റ്ലി എ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എം റേസ് ടു ക്യാപിറ്റൽ എം അല്ലേ, മാസിന് എം ആണ്. അപ്പോൾ എം റേസ് ടു എക്സ്. ഇനി വെലോസിറ്റി നമുക്കറിയാം എൽ ടി റേസ് ടു -1 ആണ്, ടു ദ പവർ വൈ. ദെൻ ആർ റേഡിയസ് എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എൽ ആയിരിക്കും, എൽ റേസ് ടു സെറ്റ്. നമുക്കിനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അപ്പോൾ എം റേസ് ടു എക്സ് നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ഇവിടെ എന്താണ്, എൽ റേസ് ടു വൈ, ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടി റേസ് ടു -y. ഇനി എൽ റേസ് ടു സെഡും കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, എൽ റേസ് ടു സെറ്റ്. അപ്പോൾ എൽ റേസ് ടു വൈ പ്ലസ് സെറ്റ്, ഈ ടി റേസ് ടു -y. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അവിടെ ഓൾറെഡി ഉണ്ട് എന്താണ്, എം എൽ ടി റേസ് ടു -2 ആണ്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് മാസിൻ്റെ പവേഴ്സ് കമ്പയർ ചെയ്യാം. അപ്പോൾ എക്സ്, ഇവിടെ എക്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഇവിടെയോ എം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എം റേസ് ടു പവർ 1 ആണ്. അപ്പോൾ നമുക്ക് അവിടെ 1 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് വന്നു, ഡയറക്റ്റായിട്ട് കിട്ടി, ഒരു പ്രശ്നം ഉണ്ടായില്ല.
ഇനി രണ്ടാമത്തെ നമുക്ക് എല്ലിൻ്റെ അതായത് വൈയുടെ കിട്ടണം. അപ്പോൾ നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എല്ലിൻ്റെ പവേഴ്സാണ് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ y പ്ലസ് z ഈക്വൽ ടു 1 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് വൈയുടെ തന്നെ കിട്ടണമെങ്കിൽ ഇപ്പുറത്ത് നോക്കിയാൽ മതി അല്ലേ, ടിയുടെ പവേഴ്സ്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് വൈ ഈക്വൽ ടു -2. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി? y ഈക്വൽ ടു 2. അതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് നമുക്ക് ഫൈനലി സെഡിൻ്റെ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എല്ലിൻ്റെ പവേഴ്സാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എൽ പ്ലസ് സെഡ് ഈക്വൽ ടു, ഇവിടെ നോക്കുക എന്താ വരിക? എൽ പ്ലസ് സെഡ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് സോറി വൈ പ്ലസ് സെറ്റ് ആണ് കേട്ടോ, വൈ പ്ലസ് സെറ്റ്. എല്ലിൻ്റെ പവേഴ്സ് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? വൈ പ്ലസ് സെറ്റ് ആണ്. അപ്പോൾ വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു, ഇവിടെ എല്ലിൻ്റെ പവർ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വൈയുടെ വാല്യൂ 2 ആണ് അല്ലേ. അപ്പോൾ 2 പ്ലസ് സെറ്റ് ഈക്വൽ ടു 1. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെറ്റ് ഈക്വൽ ടു 1 മൈനസ് 2. 1 മൈനസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? -1 ഈക്വൽ ടു -1. നമുക്കത് മുകളിൽ എഴുതാം. സെറ്റ് ഈക്വൽ ടു -1. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ എം റേസ് ടു എക്സ്. അപ്പോൾ എം, എക്സിൻ്റെ വാല്യൂ 1, ഇപ്പോൾ എം എന്ന് എഴുതിയാൽ മതി അല്ലേ. വി റേസ് ടു വൈ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? 2 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വൈ റേസ് ടു 2, സോറി വി റേസ് ടു 2. വി റേസ് ടു 2. ഇനി അടുത്ത് നമുക്ക് സെഡിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് -1 ആണ്. അപ്പോൾ നമുക്ക് ആർ റേസ് ടു -1. ഇത് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതുമ്പോൾ ആർ റേസ് ടു -1നെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ കെ ഇൻറ്റു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെയുടെ വാല്യൂ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് എക്സ്പെരിമെൻ്റലി ചെയ്ത് കഴിഞ്ഞപ്പോൾ കെയുടെ വാല്യൂ 1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടം വരെയാണ്, കെ എം വി സ്ക്വയർ ബൈ ആർ വരെ. പിന്നീട് നമുക്ക് കെയുടെ വാല്യൂ 1 ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. Potential energy depends on mass of the body, height, acceleration due to gravity. ഇപ്പോൾ എം മാസുള്ള ബോഡി എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. PE പ്രൊപ്പോർഷണൽ ടു ഫസ്റ്റ് മാസ് ഓഫ് ദ ബോഡി തന്നെ എക്സ്, എം റേസ് ടു എക്സ് കൊടുക്കാം. 2 ഹൈറ്റ് h റേസ് ടു y കൊടുക്കാം. പിന്നെ എന്താണ്? ഓക്കെ. ഇനി നമ്മൾ പി ഇ ഈക്വൽ ടു എങ്ങനെ എഴുതും? കോൺസ്റ്റൻറ്റ് ഇൻറ്റു എം റേസ് ടു എക്സ്, h റേസ് ടു y ആൻഡ് g റേസ് ടു z. നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കാം. കെ തീർച്ചയായിട്ടും ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എം റേസ് ടു എക്സ്. ഇനി എച്ച് ഹൈറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? ലെങ്ത് ആണ് അതിൻ്റെ ഡയമെൻഷൻ വരിക. അപ്പോൾ എൽ റേസ് ടു വൈ. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എൽ ടി റേസ് ടു -2 റേസ് ടു സെഡ്. ഓക്കെ. ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ഇവിടെ എൽ റേസ് ടു സെഡ്, ടി റേസ് ടു -2z. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എൽ നമുക്ക് 2 എണ്ണമായിട്ടൊക്കെ എടുക്കുന്നത്. അതിനെയൊന്ന് നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. എം റേസ് ടു എക്സ്, എൽ റേസ് ടു
y plus z and t raised to minus 2z. ഓക്കെ, ഇപ്പുറത്തെ നമ്മൾ ഡയമെൻഷൻസ് എഴുതിയിട്ടില്ല. പൊട്ടൻഷ്യൽ എനർജിയാണ്. ഏത് എനർജി ആയാലും എനർജിക്ക് ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. അതെന്തായിരിക്കും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ, ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് മാസിൻ്റെ പവേഴ്സ് കമ്പയർ ചെയ്യാം. അപ്പോൾ എക്സ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ഈക്വൽ ടു, ഡെഫിനിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് 1 അല്ലേ. എക്സ് ഈക്വൽ -2z ഈക്വൽ ടു -2 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് z എന്തായിരിക്കും? z ഈക്വൽ ടു 1. ശരിയല്ലേ? 2 ക്യാൻസൽ ചെയ്തു, മൈനസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ z ഈക്വൽ ടു 1. ഇനി നമുക്ക് y പ്ലസ് z ഈക്വൽ ടു, എല്ലിൻ്റെ പവറാണ് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു 1. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? y പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പോൾ തീർച്ചയായിട്ടും വൈയുടെ വാല്യൂ എന്തായിരിക്കും? y ഈക്വൽ ടു 1. 2 മൈനസ് 1 ഓർ 1. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, എക്സ് ഈക്വൽ ടു 1. ഇനി സെഡിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അതും 1 തന്നെയാണ്. ഇനി വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 തന്നെയാണ്. 3 നമുക്കവിടെ 1 എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 1, h raised to 1 and g raised to 1. അപ്പോൾ നമുക്ക് MHD ഓർ MGH സാധാരണ നമ്മൾ അങ്ങനെയാണ് പറയാറ് അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് കെയുടെ വാല്യൂ അറിയില്ല. ഡയമെൻഷണൽ അനാലിസിസ് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചേക്കാണ്. ദ വാല്യൂ ഓഫ് കെ ഈസ് ഫൗണ്ട് ടു ബി ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ PE ഈക്വൽ ടു എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അപ്പോൾ ഈ അനാലിസിസിൻ്റെ ഡയമെൻഷണൽ മെത്തേഡ് കൊണ്ട് നമ്മളിപ്പോൾ 2 ആപ്ലിക്കേഷൻ പഠിച്ചുവല്ലോ. പക്ഷേ അതിൻ്റെ എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. 1. This method can't say anything about the proportionality constant. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോഴെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ അതേഴ്സ് അല്ലേ, അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിളാണ് ആദ്യം ഉപയോഗിച്ചത്. എന്നിട്ട് നമ്മൾ ഇക്വാലിറ്റി കൊടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വരും. പക്ഷേ ഈ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ വാല്യൂസോ ഡയമെൻഷൻസോ എന്താ വെച്ചാൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കത്തില്ല. ഇനി അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ദിസ് മെത്തേഡ് കാൺട്ട് ഡിറൈവ് ആൻ ഇക്വേഷൻ വിത്ത് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഹാവിങ് ഡയമെൻഷൻസ്. നോക്കൂ, നമ്മളൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈക്വൽ ടു Gm1m2 ഡിവൈഡഡ് ബൈ r². അതിലെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് G, അത് ഡയമെൻഷനുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഡയമെൻഷനുള്ള കോൺസ്റ്റൻറ്റ് വരുന്ന തരം ഇക്വേഷൻസ് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി അടുത്ത ഡ്രോബാക്ക്, ദിസ് മെത്തേഡ് കാൺട്ട് ഡിറൈവ് ആൻ ഇക്വേഷൻ കണ്ടെയ്നിങ് മോർ ദാൻ 1 ടേം ഓൺ എനി സൈഡ് ഓഫ് ദി ഇക്വേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT². റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേംസാണ്, ut ഉണ്ട്, ഹാഫ് AT² ഉണ്ട്. അതുപോലെ തന്നെ v² ഈക്വൽ ടു u² പ്ലസ് 2as. ഇങ്ങനൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേംസ് ഉണ്ട്, u² ഉണ്ട്, 2as ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻസ് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഓരോ ടേം മാത്രമാണെങ്കിലാണ് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ഡ്രോബാക്ക് എന്താണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് കാൺട്ട് ഡിറൈവ് ആൻ ഇക്വേഷൻ കണ്ടെയ്നിങ്
ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓർ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ്. നേരത്തെ ചെയ്ത എക്സാമ്പിൾസിലെ പ്രോബ്ലംസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് സൈൻ തീറ്റ കോസ് തീറ്റ അതുപോലെയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസിന് ഡയമെൻഷൻ ഇല്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ടേമും ഈ റേസ് ടു എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും, അത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഡയമെൻഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അവരുടെ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ടേം ആ ഇക്വേഷനിലുണ്ടെങ്കിൽ നമുക്കത് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഇത്രയും ഡ്രോബാക്സ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രിലിമിനറി ടെസ്റ്റായിട്ടാണ്. അതായത് ഒരു ഇക്വേഷൻ ശരിയാകണമെങ്കിൽ അതിൻ്റെ പാസ്സാവേണ്ട ഒരു പ്രിലിമിനറി ടെസ്റ്റായിട്ട് നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് പരിഗണിക്കാം. ഓക്കെ.